കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തിൽ പിളർപ്പ്. തിരുവനന്തപുരം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച വർക്കിംഗ് ചെയർമാൻ സുരേന്ദ്രൻപിള്ളയും മറ്റ് നേതാക്കളുമാണ് പാർട്ടി പദവികൾ രാജിവെച്ചത്. അതേസമയം നേമം മണ്ഡലത്തിൽ JDU സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻപിള്ള മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. തിരുവനന്തപുരം സീറ്റ് കറിയ വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുത്ത് ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയതിൽ കടുത്ത എതിർപ്പ് സുരേന്ദ്രൻപിള്ള പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സുരേന്ദ്രൻപിള്ളയും മറ്റ് നേതാക്കളുമായി ഇന്ന് നടത്തിയ ചർച്ചയെ തുടർന്നാണ് പാർട്ടി വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ സുരേന്ദ്രൻപിള്ള തീരുമാനിച്ചത്. 6 ജില്ലാ പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും പാർട്ടി പദവികൾ രാജിവെച്ചിട്ടുണ്ട്. നേമം മണ്ഡലത്തിൽ JDU സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻപിള്ള മത്സരിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഇതുമായി ബന്ധപ്പെട്ട് JDU നേതൃത്വമായി സുരേന്ദ്രൻപിള്ള ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. ഇക്കാര്യം പൂർണ്ണമായി നിഷേധിക്കാനും സുരേന്ദ്രൻപിള്ള തയ്യാറായില്ല. മതേതര ജനാധിപത്യ ദേശീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടി ഞങ്ങളെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റും. സ്ഥാനാർത്ഥി നേമത്താണോ തിരുവനന്തപുരത്താണോ എന്ന് ഞങ്ങളുടെ പാർട്ടി തന്നെ തീരുമാനിച്ചില്ല. എവിടെയായാലും മത്സരരംഗത്തുണ്ടാകും. കടുത്തുരുത്തി സീറ്റിൽ ജയിക്കുമെന്ന സ്കറിയ തോമസിന്റെ ആഗ്രഹം അസ്ഥാനത്താകുമെന്നും സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചു. 5-6 തീയതികളിൽ വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് പാർട്ടിയുടെ ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നും സുരേന്ദ്രൻപിള്ള വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.